ഹായ്, വെൽക്കം ടു ജോസിനോ ഹോം ബുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ് കേട്ടോ. ഇത് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരണമല്ലോ എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായിട്ട് ഇനി പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് 4 സ്മാർട്ട് വേസ് ആണ്. ജീൻസ് അല്ലെങ്കിൽ പാൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് മടക്കി വെക്കാനുള്ള 4 രീതികളാണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. എനിക്ക് എന്താണ് ഞാൻ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ തരാത്തതെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയതോ ഞാൻ വേറൊരു ദിവസം വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇനി ഏതെങ്കിലും ഒരു ദിവസം അതിനൊരു കാരണമുണ്ട്. അപ്പം ഇപ്പോൾ അത് പറയാനുള്ള നിവൃത്തിയുമില്ല. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അധികം സമയമൊന്നും കളയുന്നില്ല. അധികം സമയം കളയാതെ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ മെത്തേഡ് നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആദ്യം നമ്മുടെ പാൻറ് ഇതുപോലെ നിവർത്തി വയ്ക്കുക. അതിനുശേഷം ഇതുപോലെ അതിൻ്റെ 2 കാലുകളും മുകളിലേക്ക് മടക്കുക, ഒന്നുകൂടെ മടക്കുക, പിന്നെ 2ആയിട്ട് മടക്കുക. ഇത്രയേ ഉള്ളത്. ഇനി രണ്ടാമത്തെ രീതി നമുക്ക് നോക്കാം. ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഈ കാണിക്കുന്നത് പോലെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ മടക്കിയാലും മതി. ഉള്ളിലേക്ക് മടക്കി വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്നിട്ട് ആ ഭാഗം അളവായിട്ട് വെച്ചിട്ട് മുകൾ ഭാഗം മടക്കുക. അതിനുശേഷം താഴ്ഭാഗം 2ആയിട്ട് മടക്കിയിട്ട് എത്ര നീളം ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് 2ആയിട്ട് മടക്കിയിട്ട് ഉള്ളിലേക്ക് വയ്ക്കുക. ഇത്രയുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുകൾ ഭാഗത്തെ പാൻസിന് ചില പാൻറ്റുകൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ പാൻറ്റുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇലാസ്റ്റിക് ആയിരിക്കുള്ളൂ അവിടെ മിക്കവാറും. അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇതുപോലെ വെച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഇലാസ്റ്റിക് വലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ പാൻറ് 2ആയിട്ട് മടക്കുക. എന്നിട്ട് ആ അടിപ്പ് വരുന്ന ഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കുക. അതിനെ അളവായിട്ട് കണ്ടിട്ട് മുകൾ ഭാഗം മടക്കുക. പിന്നെ താഴത്തെ ഭാഗം എത്രയുണ്ടോ നീളത്തിനനുസരിച്ച് 2ആയിട്ട് മടക്കിയിട്ട് ഉള്ളിലേക്ക് വയ്ക്കുക. അവസാനം നമ്മൾ എല്ലാ തുണികളും എല്ലാ പാൻറ്റുകളും മടക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്, ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിന് നമുക്ക് സൈസ് അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ ഇലാസ്റ്റിക്കൊക്കെ ഉള്ള പാൻറ്റുകളാണെങ്കിൽ ഇലാസ്റ്റിക്കുകൾ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് വെക്കുമ്പം വലിഞ്ഞിട്ട് അത് ആ ഇലാസ്റ്റിക് വലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ടിയുള്ള മുകൾ ഭാഗം നമ്മൾ പാൻറ്റുകളൊക്കെ ഇല്ലേ, യൂണിഫോം പാൻറ്റുകൾ അല്ലെങ്കിൽ ഫോർമൽ പാൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ രീതിയിൽ മടക്കി വെക്കാവുന്നേ ഉള്ളൂ. കാരണം അതിനൊന്നും മുകൾ ഭാഗത്ത് ഇലാസ്റ്റിക് വരുന്നില്ല. ഇനി മൂന്നാമത്തെ രീതി നോക്കാം. ഇത് നമ്മൾ രണ്ടാമത് കാണിച്ച ആ മെത്തേഡ് പോലെ തന്നെയാണ്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മുകൾ ഭാഗം മടക്കും. അതിനുശേഷം താഴ്ഭാഗം ഇതുപോലെ അതിൻ്റെ നീളത്തിനനുസരിച്ച് മടക്കിയതിന് ശേഷം ഈ മുകൾ ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മടക്കി വയ്ക്കുന്നു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും രീതികൾ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും രീതിക്ക് ഞാൻ പറഞ്ഞ പോലത്തെ 2 ഡ്രോബാക്സ് ഉണ്ട്. പക്ഷേ ഫോർമൽ പാൻസും യൂണിഫോം പാൻസൊക്കെ നമുക്ക് ഈ രീതിക്ക് മടക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും വളരെ എളുപ്പമുള്ള രീതികളാണ്. പക്ഷേ ഇലാസ്റ്റിക് ഉള്ള പാൻറ്റുകൾ ഈ രീതിയിൽ മടക്കി വയ്ക്കരുത്. അപ്പം ഇങ്ങനെയാണ് ഇത് ഫൈനലി നമ്മൾ മടക്കി വെച്ച് കഴിയുമ്പോൾ ഇരിക്കുന്നത്. ഇനി നമുക്ക് നാലാമത്തെ രീതി നോക്കാം. അപ്പോൾ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് നമുക്കെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡ് നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ഉള്ളതായാലും ഇലാസ്റ്റിക് ഇല്ലാത്തതായിട്ടുള്ള എല്ലാ പാൻറ്റുകൾക്കും നമുക്കിത് ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ രീതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അപ്പോൾ ഇതിനിതുപോലെ മുകൾ ഭാഗം മടക്കുക, അതിനുശേഷം ഒരു കാല് ഇതുപോലെ മടക്കുക, വീണ്ടും മുകൾ ഭാഗം മടക്കുക, അതിനുശേഷം താഴ്ഭാഗം മടക്കിയിട്ട് അതിൻ്റെ എക്സ്ട്രാ ഉള്ള ഭാഗങ്ങൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ തിരിച്ചിട്ട ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ മടക്കി വയ്ക്കുക. നിങ്ങൾക്ക് ഞാൻ ആ കാണിക്കുന്ന രീതി കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആ കാണിക്കുന്ന രീതി കാണുമ്പോഴേക്കും മനസ്സിലാവും. അപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ പാൻറ്റിനെ രണ്ടായിട്ട് മടക്കിയിടുക, അതിനുശേഷം മുകൾ ഭാഗം മടക്കുക. അപ്പോൾ ഒത്തിരി അങ്ങ് മടക്കി വെക്കേണ്ട, കുറച്ച് ഭാഗം മടക്കിയാൽ മതി കേട്ടോ. നമ്മൾ ആ പോക്കറ്റൊക്കെ വരുന്ന ഭാഗമില്ലേ അത്രയും വെച്ചിട്ട് മടക്കിയാൽ മതി. ഒരുപാട് ഭാഗം നമ്മൾ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ താഴ്ഭാഗം ഇങ്ങോട്ട് മടക്കി വെക്കുമ്പോൾ ഉള്ളിലേക്ക് ആക്കി വെക്കാനായിട്ടുള്ള ഒരു നീളം നമുക്ക് കിട്ടില്ല. ഇതുപോലെ ലോക്കാക്കി വെക്കാനായിട്ടുള്ളൊരു നീളം നമുക്ക് കിട്ടില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് ഭാഗം ആ പോക്കറ്റ് കണ്ട് നമ്മൾ മടക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത ഇലാസ്റ്റിക് ഉള്ളതായാലും ഇലാസ്റ്റിക് ഇല്ലാത്തതായാലും ഒക്കെ നമുക്ക് ഈ രീതിയിൽ മടക്കി വയ്ക്കാവുന്നതാണ്. പിന്നെ ഒരു രീതിയിലും ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമ്മൾ പാൻറ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മടക്ക് അഴിഞ്ഞു പോകില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മറ്റ് രണ്ട് രീതികൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു രീതി നമ്മൾ ശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് കാണുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും പക്ഷേ ശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റുകളൊക്കെ ഇലാസ്റ്റിക് ഒന്നും പോവാതെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിന്നോളും. നമ്മൾ കുട്ടികളുടെ ലെഗിങ്സ് ഒക്കെ ഇല്ലേ, ആ പാൻറ്റുകളൊക്കെ നമുക്ക് ഈ രീതിക്ക് മടക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 4 രീതികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു രീതി നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം പാൻറ്റുകളൊക്കെ ഇതുപോലെ മടക്കി ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇത്രയും നമ്മൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ ആർക്കായാലും അത് അലങ്കോലപ്പെടുത്താനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ എല്ലാവരും ഈ രീതിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്